അങ്ങനെ പ്രിയ സഹോദരൻ സിനാൻ ഫാദിലിയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് യാത്രയായി. പ്രിയ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 1 വർഷമേ ആയിട്ടുള്ളൂ അല്ലേ? ജീവിതത്തിൻ്റെ രസങ്ങളെല്ലാം അനുഭവിച്ച് ആസ്വദിച്ചു വരുന്ന മനോഹരമായ നിമിഷങ്ങൾ, ജീവിച്ച് കൊതിതീരാത്ത നിമിഷങ്ങൾ. പടച്ചോന് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അള്ളാഹു അങ്ങ് നേരത്തെ വിളിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രിയ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗീയ അനുഭൂതികൾ ഖബറിലും നാളെ പാരത്രിക ലോകത്തും നൽകി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. കുഞ്ഞിന് മുടികളയലുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് എത്തിയതാണ്. കുഞ്ഞിന് നല്ലൊരു പേര് വിളിക്കുന്നുണ്ട്. ആ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിങ്ങനെ ഈറനണിഞ്ഞു പോവാൻ. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് മഹാനായ കോട്ടൂർ ഉസ്താദിനെ വിളിച്ച് കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉസ്താദ് നിർദ്ദേശിച്ച പേരൊക്കെ വിളിക്കുന്ന ആ മനോഹരമായ രംഗം. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചോനെ. ആ രംഗം കാണുമ്പോൾ വല്ലാതെ കൽബിങ്ങനെ വിങ്ങുകയാണ്. ആ കുഞ്ഞിനെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നതും ആ പേര് വിളിക്കുന്നതും അതിനുശേഷം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിൻ്റെ ഈരടികൾ ചൊല്ലുന്നതും കാണുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് കണ്ണ് നിറയാതിരിക്കുക? الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله في أول ميدان. ആ പൊന്നുമോന് അഹ്മദ് ഷാദുലി, ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് നാമകരണം ചെയ്തിട്ടുണ്ട്. ഷാദുലി ഇമാമിനെ പോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഅരിഫത്ത് ലഭിക്കുന്ന മഹോന്നതരിൽ നമ്മയും ആ കുഞ്ഞുമോനെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ നിന്ന് അങ്ങനെ പേരിടലൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമവും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിലാണ് അദ്ദേഹം അപകടത്തിൽപ്പെടുന്നത്. അപകട മരണമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്റുകൾ ഞാൻ വായിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് പറയാനുള്ളത് മുഴുവൻ നല്ലത് മാത്രമാണ്. സദാ പുഞ്ചിരിച്ചിരിക്കുന്ന മനുഷ്യൻ, സൗമ്യനായ ശാന്തപ്രകൃതിയുള്ള മനുഷ്യൻ, നല്ല പെരുമാറ്റം, മിടുക്കനായ വിദ്യാർത്ഥി, എല്ലാവരോടും ഉസ്താദുമാരോട് പ്രത്യേകിച്ച് നല്ല അദബ് കാത്തു സൂക്ഷിക്കുന്നവൻ. എല്ലാവർക്കും പറയാനുള്ളത് നല്ലത് മാത്രം. അങ്ങനെ ഒരു മനുഷ്യന് അള്ളാഹുവിങ്കിൽ നിന്ന് നല്ലതല്ലാതെ എന്താ കിട്ടുക? എല്ലാവർക്കും ഞാൻ കണ്ട കമൻസ് മുഴുവൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മുഴുവൻ, എല്ലായിടത്തും ആ സൗമ്യതയും ആ പുഞ്ചിരിയുമാണ് എല്ലാവർക്കും പറയാനുള്ളത്. മനോഹരമായ പുഞ്ചിരിയുടെ ഉടമ. നാളെ പാരത്രിക ലോകത്തും പടച്ചോൻ്റെ മുമ്പിൽ പുഞ്ചിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുടുംബാംഗം വിട പറഞ്ഞു പോയതുപോലെ അള്ളാഹിൻ്റെ ദീനിൻ്റെ ഖാദിമാണ്. ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരനാണ്. അഹ്ലുസുന്നക്ക് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരനാണ്. നേതൃപാടവമുള്ള ജനങ്ങളെ ചേർത്തു പിടിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. അള്ളാഹു ഖബർ വിശാലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ക്ഷമിക്കണം. നമുക്ക് വേറെന്താ പറയാനുള്ളത്? ക്ഷമയാണ് ഏറ്റവും വലുത്. ക്ഷമയേക്കാളുപരി ഏറ്റവും വലുത് റിളയാണ്, തൃപ്തിയാണ്. എൻ്റെ റബ്ബ് തരുന്നതിലെല്ലാം തൃപ്തിപ്പെടുന്നൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആർക്കാണ് നമ്മളെ തളർത്താൻ കഴിയുക? ജനിച്ചാൽ ഒരിക്കലും മരിക്കണം അല്ലേ? എന്നാണ് മരിക്കുക എന്ന് പ്രവചിക്കാൻ ആർക്കാ പറ്റുക? ചെറിയ കുഞ്ഞുങ്ങൾ പോലും മരിച്ചു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി, ക്ഷമിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ഉദ്ദേശിച്ചതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ കഴിയണം. ഹംദ് അള്ളാഹുവിന് മാത്രമേ ഉള്ളതാണ്. ഏതല്ല? അവൻ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല. നമുക്കെന്താണോ ഗുണം അത് മാത്രം തരുന്നവനാ. നമ്മുടെ കുടുംബത്തിലൊരു മരണമുണ്ടോ, നമുക്ക് രോഗം വരുന്നുണ്ടോ, ഇതൊക്കെ ഗുണമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു ചെറിയ കുഞ്ഞിൻ്റെ റൂഹും പിടിച്ചുകൊണ്ട് വാനലോകത്തേക്ക് കയറി വരുന്ന മലക്കുകളോട് പടച്ചോൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അടിമയുടെ കരടിൻ്റെ കഷ്ണത്തെ നിങ്ങൾ പറിച്ചെടുത്തുവോ? നഅം യാ റബ്ബി, നിനക്കറിയാലോ, നീയാണല്ലോ റബ്ബെ ഞങ്ങളോട് റൂഹ് പിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ പടച്ചോൻ ചോദിക്കും, മാദാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താ പറഞ്ഞത്? ഹമിദക വസ്തർജ, നിന്നെ സ്തുതിച്ചു എന്നിട്ടിന്നാലില്ല പറഞ്ഞു. നിന്നെ സ്തുതിച്ചു റബ്ബേ. സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ ഒരു വാപ്പ അത് കണ്ടിട്ട് അൽഹംദുലില്ലാ, നിൻ്റെ ഖള ആണ് റബ്ബേ, എനിക്ക് പരാതിയില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ.
അത് കേട്ട ഉടനെ റബ്ബ് പറയുന്നത് എന്താ? ഇബ്നൂലി അബ്ദി ബൈതൻ ഫിൽ ജന്ന സമ്മൂഹു ബൈത്തുൽ ഹംദ്. എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ നിങ്ങളൊരു കൊട്ടാരം പണിയണം. ആ കൊട്ടാരത്തിന് ബൈത്തുൽ ഹംദ് എന്ന് നാമകരണം ചെയ്യണം. സ്തുതിയുടെ കൊട്ടാരം. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമിയിൽ കാലാകാലം ജീവിക്കേണ്ടവരൊന്നുമല്ല നമ്മൾ. ഒരു മുസ്ലിമിന് അതുകൊണ്ട് തന്നെ തോപ്പിക്കാനും പറ്റൂല. ഫലസ്തീനിലെ കുഞ്ഞുമക്കളൊക്കെ മരിച്ചു വീഴുന്നുണ്ടല്ലേ, എന്തോരം കുഞ്ഞുമക്കൾ പോയി. അവരാരും ഞങ്ങൾ തോറ്റു എന്ന് പറയണില്ല. സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ ജയിച്ചു എന്നാണ് പറയുന്നത്. ഒരു ചെറിയ കുഞ്ഞിനോട് ചോദിക്കാം, മോനെ നീ എന്താണ് കാണുന്നത്? ഞാൻ കാണുന്നതിൽ ജന്ന, സ്വർഗം കാണുന്നുണ്ട്. അവരെങ്ങനെ തോപ്പിക്കാൻ പറ്റുക? അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്നത് എന്തോ അതിൽ തൃപ്തിപ്പെടുന്നൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ തോൽക്കൂല്ലട്ടോ. ആരുടെ മുമ്പിലും നമ്മൾ അടിയറവ് പറയേണ്ടി വരില്ല. നമുക്ക് സന്തോഷമില്ലാതെ സങ്കടത്തിൽ ജീവിക്കേണ്ടി വരില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു നിങ്ങൾക്ക് വലിയ ഫലം തരും. ക്ഷമയുടെ ഏറ്റവും വലിയ മഹത്വം സ്വർഗ്ഗമാണ്. ആ സ്വർഗീയ ലോകത്ത് നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മളാകെ തളർന്നു പോകണ്ട. റബ്ബുൽ ആലമീൻ വലിയവനല്ലേ, നിങ്ങൾക്കും ഖൈറാണ്, ആ സഹോദരനും ഖൈറാണ്. കാരണം പിന്നീട് എന്തൊക്കെയാണ് നടക്കാമെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുള്ള വല്ലതും നടക്കാനിരിക്കുന്നത് കൊണ്ടായിരിക്കാം അള്ളാഹു ഈ വിധി നടപ്പാക്കിയത്. അവൻ റബ്ബുൽ ആലമീനാണ്. അതുപോലെ തന്നെ നമുക്കിതൊരു പാഠല്ലേ സഹോദരങ്ങളെ. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കില്ല, നമ്മൾ പെട്ടെന്ന് മരിക്കും. എന്നാണ് മരിക്കാൻ നമുക്കറിയില്ല അല്ലേ. മരണം നമ്മളെ തേടി വരുമെന്ന് നമുക്കൊക്കെ ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ഇന്ന് മരിക്കൂല, ഏതായാലും ഇന്ന് മരിക്കൂല. എന്തുറപ്പാണ് നമുക്കുള്ളത്? ആരാണ് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരുന്നത്? എപ്പോൾ വേണമെങ്കിൽ ഏത് നിമിഷത്തിലും മരിക്കാം അല്ലേ. ഖുർത്തുബി ഇമാമൊക്കെ പറയുന്നില്ലേ, ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കണ്ടാൽ അല്ലെങ്കിൽ ഖബർസ്ഥാനിലൂടെ പോകുന്നൊരു മനുഷ്യന് എങ്ങനെയാണ് സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാൻ പറ്റുക? അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു രാജകൊട്ടാരത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനോട് ആ നാട്ടിൽ ഏറ്റവും വലിയ വൈദ്യൻ വന്നിട്ട് പറയാണ്, രാജാവേ ഇത് നിങ്ങളുടെ അവസാനത്തെ ദിവസമാണ്, നാളെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ആ സിംഹാസനത്തിന് വല്ല സുഖം ഉണ്ടാവുമോ? ഈ ദുനിയാവിൻ്റെ പളപളപ്പിൽ നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ, ദുനിയാവ് മുഴുവൻ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ എങ്ങനെയാണ് മരണമെന്ന സംഗതി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുക? നമ്മളെങ്ങനെ റബ്ബിനെ തൃപ്തിപ്പെട്ടിട്ടില്ലല്ലോ. റബ്ബിനെ തൃപ്തിപ്പെട്ടവർക്ക്, റബ്ബ് നൽകുന്നതിലെല്ലാം തൃപ്തിപ്പെടുന്നവർക്ക് മരണവും തൃപ്തിപ്പെടാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസില്ലേ, നാളെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരുമത്രേ. പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരും. ആ മനുഷ്യനോട് റബ്ബ് ചോദിക്കും, യാ അബ്ദീ. അബ്ദീ എന്ന് പടച്ചോൻ വിളിക്കണമെങ്കിൽ അത്ര പക്കയായൊരു മനുഷ്യനായിരിക്കുമല്ലോ. എൻ്റെ അടിമയെ, ദുനിയാവിൽ എന്തായിരുന്നു നിനക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്? സംഭവിച്ചതിലൊക്കെ എന്നെക്കുറിച്ച് പറയാനുള്ളത് എന്താ? യാ റബ്ബി, നീ എനിക്ക് ഹൈറല്ലാത്തത് തന്നിട്ടില്ലല്ലോ പടച്ചോനെ. ദുനിയാവിൽ അത്രമേൽ ആ മനുഷ്യൻ നമ്മുടെ നോട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, രോഗം കൊണ്ട്, പ്രയാസം കൊണ്ടൊക്കെ. എന്നിട്ട് ആ മനുഷ്യൻ പറയണത് എന്താ? പടച്ചോനെ, എനിക്ക് നല്ലതല്ലാത്തതൊന്നും നീ ദുനിയാവിൽ തന്നിട്ടില്ല. അപ്പോൾ പടച്ചോൻ ചോദിക്കും, ഇവിടെ ഈ പരലോകത്ത് നീ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? യാ റബ്ബി, നീ എനിക്ക് ഗുണമല്ലാത്തത് തരൂലല്ലോ പടച്ചോനെ. അത്രമേൽ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹിൻ്റെ മുഹിബായിരുന്നു ആ മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറയാം, അപ്പോൾ പടച്ചോൻ പറയുന്നുണ്ട്, നിൻ്റെ കിതാബിൽ നീ നരകാവകാശിയാണെന്നാണല്ലോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേൾക്കേണ്ട താമസം ആ മനുഷ്യൻ ഒരൊറ്റ ഓട്ടാണ്. എങ്ങനെ ഓടുന്നേ? നരകത്തിലേക്ക്. സബാനിയാക്കൾ എന്ന മലക്കുകൾ പിടിക്കേണ്ടി വന്നിട്ടില്ല. ഒരൊറ്റ ഓട്ടം. നരകത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് നരകത്തിൻ്റെ തീ അള്ളാഹു അണച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തീയെ അണയ്ക്കുന്ന പ്രണയം ആരോട്? അള്ളാഹിനോട്. അവർക്ക് മരണം സന്തോഷമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുനിയാവിൻ്റെ പളപളപ്പിൽ മയങ്ങിക്കിടക്കല്ലേ, ഇന്നൊന്നും മരിക്കൂല എന്ന് ബോധ്യമുള്ളവരല്ലേ. എങ്ങനെയാണ് നമുക്ക് മരണത്തെ വരവേൽക്കാൻ പറ്റുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം എപ്പോഴാണ് വരിക എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഏത് സെക്കൻഡിലും ഭയങ്കര ജിമ്മന്മാരായ ആളുകളുണ്ട്. എത്ര പേര് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. അപ്പം മരണം എന്നത് അള്ളാഹു ഖള ആക്കിയ നിമിഷത്തിൽ നടക്കും. ഇന്ന കാരണമെന്നൊന്നും നമുക്ക് പറയാനില്ല. എന്ത് കാരണമാണെങ്കിലും, ഒരു കാരണമില്ലെങ്കിലും അള്ളാഹു അത് നടത്തും. കാരണം റബ്ബുൽ ആലമീൻ്റെ വിധി നടക്കേണ്ട സമയത്ത് നടക്കും. പിന്നെ പടച്ച റബ്ബ് നമ്മോട് സൂക്ഷിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അള്ളാഹു ദീർഘായുസ് തന്നേക്കാം. അത് റബ്ബിൻ്റെ ഖള ആണ്. അതും റബ്ബിൻ്റെ ഖളയിൽ പെട്ടത് തന്നെയാണ്. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൈറായ മരണം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ, ഹൈറായ ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് സെക്കൻഡിലും മരണം തേടി വരാം. അതുകൊണ്ട് ഒരുങ്ങണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാർഗ്ഗദർശനം കാണിച്ചു തന്നിട്ടുണ്ട്. വഫാത്തിന് മുമ്പ് മുത്തുനബി സ്വഹാബത്തിനോട് ചോദിക്കുന്നില്ലേ, സ്വഹാബ, ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്നോട് പകരം വീട്ടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് തങ്ങൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നോക്കുമ്പോൾ സ്വഹാബത്തെല്ലാവരും രണ്ട് കാലുകൾക്കിടയിലേക്ക് തല പൊഴുത്തി വെച്ചിട്ട് പൊട്ടിക്കരയാണ്. നബിയേ, അങ്ങ് ഞങ്ങളെ ചീത്ത പറയോ? എങ്ങനെ മരിക്കണമെന്ന് കാണിച്ചു തരാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ്റെയും പൊരുത്തക്കേട് മേടിച്ചിട്ട് മരിക്കരുത്. അതുകൊണ്ട് ഒരുങ്ങണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നല്ല മുഅ്മിനീങ്ങളായിട്ട് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയ സഹോദരൻ ഫാദിലി ഉസ്താദിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വെളിച്ചാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളുടെ ഭാര്യയ്ക്ക്, കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. ആ പൊന്നുമോൻ അള്ളാഹു ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റസാ വ്ലോഗ്സ് കുടുംബത്തിലെ എല്ലാവരും ഒരു ഫാത്തിഹ ആ സഹോദരൻ്റെ പേരിൽ ഓതണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ.